ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി 2 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 സ്പൂണ് ഓട്സ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ കറുകപ്പട്ട പൊടിച്ചത്, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മൾ പിന്നെ ചേർക്കുന്നത് ഫ്ലാക്സ് സീഡ് നമ്മൾ പൊടിച്ചതാണ്. അത് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ദോശകളൊക്കെ ഉണ്ടാക്കുമ്പോഴും ചേർക്കാൻ ഒക്കും. പിന്നെ നമ്മൾ 1/4 സ്പൂൺ കറുത്ത എള്ള് ചേർത്തു. അതുപോലെ 1/4 സ്പൂണ് ചെറിയ ജീരകം ചേർത്തു. പിന്നെ ഒരു നുള്ള് അരിമോദകം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൊച്ചുള്ളിയും ഇഞ്ചിയും കുറച്ച് മാത്രം എടുത്ത് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് തേങ്ങ ചേർത്തു. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലായിടത്തും പിടിക്കത്തക്ക രീതി മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് നമുക്ക് കലക്കിയെടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കലക്കിയെടുക്കാൻ വേണ്ടി. ഒത്തിരി കുറുകാനും പാടില്ല, അതുപോലെ ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം. ഇത് നമുക്ക് തവ ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും, കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഷുഗർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്യാവുന്നതാണ് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പം ഞാനിവിടെ പഞ്ചസാരയോ ഷുഗറൊന്നും ആഡ് ചെയ്തില്ല, കാരണം അത് ചേർക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ ഓർക്കും. അതുപോലെ കുറച്ച് നെയ്യ് ഇത് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പം നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്